മക്കളെ എല്ലാരും വരും, എല്ലാരും വന്നതേ ബിരിയാണി കഴിക്കും. ഹായ് കുരിശുതാത്ത, നിങ്ങളെ ബിരിയാണി കണ്ടിട്ടുണ്ടല്ലോ. എന്റെ വയറിന്റെ ഉള്ളിൽ കൂടെ ഗുളുഗുളു പോണു. അത് ബിരിയാണി കണ്ടിട്ടൊന്നല്ലടി, എന്റെ പള്ളിയിലൊന്നും ഇല്ലാറ്റാ. ഇത് ഒന്നും തിന്നാതല്ലേ ഇങ്ങോട്ട് പോന്നിട്ട്, ചായയൊക്കെ ചെറിയ രീതിയിൽ കുടിച്ചിട്ടാണ് പോരണ്ടിരുന്നേ. അതിന് ചായ കുടിച്ചാലും അവൾക്ക് എവിടെ നേരം ഇല്ല, നേരം മൊത്തം തല്ലൂടല്ലേ രണ്ടാക്കും പണി. നീ അങ്ങനെ ഞങ്ങളെ കളിയാക്കൊന്നും വേണ്ട, ഞങ്ങൾ മനഃപൂർവ്വം ചായ കുടിച്ചാൽ തന്നെ പോന്നത്. അതെ അതെ, ബിരിയാണി വയറ് നിറച്ച് കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ചായ എടുക്കാതെ വന്നത്. എങ്ങനെയുണ്ട്? അല്ലാതെ സമയം കിട്ടായിട്ടല്ലേ. മക്കളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്ന് പെരുന്നാളാണ്, നേരത്തെ എല്ലാരും നേരത്തെ ഒരുങ്ങി വരുകൊണ്ടെന്ന്. അതൊക്കെ പോട്ടെ, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി പള്ള നിറച്ച് ബിരിയാണി തിന്നാൻ നോക്കിക്കോളി. ആ അത് ശരിയാ, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുളിച്ചുതാത്ത, നിങ്ങളെ ബിരിയാണി സൂപ്പറാണ് കേട്ടോ. അല്ലെങ്കിൽ എന്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ഒരു ഒന്നൊന്നര ടേസ്റ്റാ. കുഞ്ഞാമിന ഇന്ന് നല്ലോണം കേരള കേട്ടിട്ടുണ്ടല്ലേ. ഉമ്മച്ചിനെ ഞാൻ എയറിൽ കയറ്റിയൊന്നല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ബിരിയാണി നല്ല സൂപ്പറാ. അത് പറഞ്ഞത് ശരിയാ കുശത്താത്ത, ഞാൻ പണ്ടെന്നോട് പറയാറില്ല. അതുകൊണ്ട് തന്നെ ബിരിയാണി നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൂസ് പറഞ്ഞ എനിക്ക് വിശ്വാസാ. ഏതായാലും വയറ് നിറച്ച് കഴിച്ചോളി, പെരുന്നാളൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. അത് പിന്നെ പറയാനുണ്ട് കുശത്താത്ത, ഞങ്ങളെ വയറ് ഫുള്ളാക്കിയിട്ട് തന്നെ ഇവിടുന്ന് നീച്ചുള്ളൂ. കുഞ്ഞാമിന പെരുന്നാളായിട്ട് ബിരിയാണിയൊക്കെ വയറ് നിറച്ച് കഴിച്ചു. ഇനി എന്താ അടുത്ത പരിപാടി? എന്താ അടുത്ത പരിപാടി? നീ സുഖമായിട്ട് കിടന്നുറങ്ങുക, അല്ലാതെ ഇപ്പൊ എന്താ? അനക്ക് തിന്നുറങ്ങാന്നല്ലാതെ വേറൊരു പരിപാടി ഇല്ല. പെരുന്നാളൊക്കെ എപ്പോഴെങ്കിലും വരുള്ളൂ, പോരാത്ത സ്കൂളും ഇല്ല. നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ? അത് നല്ല ഐഡിയ ആണല്ലോ. അപ്പൂസിന് എവിടെ ഇത്രയധികം ബുദ്ധിയൊക്കെ കിട്ടണേ? ഞാൻ എന്റെ മനസ്സിൽ കരുതിയിരുന്നു എവിടേക്കെങ്കിലൊക്കെ പോകണം, എന്തെങ്കിലുമൊക്കെ തിന്നണമെന്ന്. അപ്പൊ പള്ള കുറച്ച് ബിരിയാണി കഴിച്ചില്ലേ, ഇനി എന്താ തിന്നണേ? അതെ അതെ, ബിരിയാണി തിന്നിട്ട് വയറ് പൊട്ടാനായി. ഇനി അവൾക്ക് തിന്നണമെന്നേ ചിന്തയുള്ളൂ. ഞാൻ വയറ് നിറച്ച് തിന്നണ കാര്യമല്ല പറഞ്ഞേ, എന്തെങ്കിലും ചെറുതായിട്ട് തിന്നണമെന്നാ എന്റെ മനസ്സിൽ കരുതിയത്. നിങ്ങളെല്ലാരും പോണെന്നൊക്കെ പറയണ്ടല്ലോ, എവിടക്കാ പോണെന്നെ പറ്റി ആൾക്ക്? അത് ശരിയാ, ഇപ്പൊ എവിടക്കാ പോവാ? നമുക്ക് ബീച്ചിക്ക് പോയാലോ? അയ്യേ, ബീച്ചിക്കൊന്നും പോണ്ട. ബീച്ചിക്ക് പോയാലൊന്നും ഒരു രസം ഉണ്ടാവില്ല. എന്നാ വേറെ എടുക്കാ പോവാ? സ്ഥലം നീ പറഞ്ഞോണ്ടേ. നമുക്ക് ചെറിയ രീതിയിലല്ല, കുറച്ച് വലിയ രീതി തന്നെ നല്ലൊരു ട്രിപ്പാണ് പോകണം. വലിയ രീതിയിലോ? വലിയ രീതിയിൽ എവിടക്കാ പോവാ? അതെ, വലിയ രീതി തന്നെ, എല്ലാരെയും കൂട്ടിട്ടോ? ആരൊക്കെ നീ ഉദ്ദേശിക്കുന്നേ? നീലാണ്ടി കുളിച്ചുതാറ്റി ഒക്കെ പോന്നോട്ടേനെ. പിന്നെ ദേവുട്ടിയുടെ മീനുട്ടിയുടെ അച്ഛമ്മല്ലേ, അവരെയും കൊണ്ടുപോകാം നമുക്ക്. അച്ഛമ്മനെ കൊണ്ടുപോകുന്ന ട്രിപ്പ് മുടക്കാനൊന്നല്ലല്ലോ. അതെ അതെ, അച്ഛമ്മനെ കൊണ്ടുപോയ ആ ട്രിപ്പ് കൊളാകും. ട്രിപ്പ് എന്ന് പറഞ്ഞാലേ എല്ലാരും വേണം, എന്നാലും അതിന് എൻജോയ്മെന്റും കാര്യങ്ങളും ഒരു രസമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ മാത്രം പോയാൽ ട്രിപ്പ് ആവൂല. അത് ശരിയാ. എല്ലാവരും 2 ദിവസത്തിനുള്ള ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചോളി. ഇപ്രാവശ്യം നമുക്ക് ഒരു കനത്തിൽ തന്നെ ട്രിപ്പാണ് പോവാം. ആയിക്കോട്ടെ, അത് കളറാവും. കേൾക്കുമ്പോ നല്ല രസമൊക്കെ ഉണ്ട്, നടക്കോന്നാവോ? കേട്ടാ മാത്രം പോരാ, ഇത് നടത്തിക്കും ചെയ്യണം. നമുക്ക് പോയിട്ട് നല്ലോണം എൻജോയ് ചെയ്യണം. അപ്പൊ അപ്പൂസേ, എവിടേക്കാ നമ്മൾ ട്രിപ്പ് പോണെന്ന് നല്ലോണം പ്ലാൻ ചെയ്തിട്ട് നീ വിളിക്ക്, ഓക്കെ? ടേബിൾ ഓക്കെ. അപ്പൊ പെരുന്നാൾ ട്രിപ്പ് നമ്മൾ കലക്കും അല്ലേ? പിന്നല്ലാതെ നമ്മൾ കലക്കി മറിച്ചു.